പ്രിയമുള്ള കലാസ്നേഹികളെ, ഈ വൈകിയ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. മിമിക്രി അഥവാ അനുകരണം അനുകരിക്കാത്തവരായി ആരും തന്നെയില്ല എന്ന കാര്യത്തിൽ അതിശയോക്തിയുടെ കാര്യമില്ല. ഉദാഹരണമായി നാം ഒരു സംഗീതം കേൾക്കുകയാണെങ്കിൽ അതിനെ യാന്ത്രികമായി അനുകരിക്കാൻ ശ്രമിക്കുന്നു. സംഗീതം എന്നാൽ സമ്യസ്ര വരികളുടെ ഈണം എന്നാണല്ലോ അർത്ഥം വരുന്നത്. സരിഗമ പാപ ദദ മമ പ സാനിദ സാനിദ പ സാനിദ പ മഗരിസ. സംഗീതം എവിടെയുമുണ്ട്. അനന്തസാഗരമാണ് സംഗീതം. ആദിമനിവാസികളായ ആദിവാസികളുടെ ഇടയിലും ഉണ്ടായിരുന്നു അത്രേ ഈ അനന്തമായ സംഗീതം. കോരമാമി കൊഴുതണ് ചങ്കരമാമി താളടിക്കണ് ഇരുകണ്ടിട്ടമ്പ്രോ താള് തൊയ്ക്കണ തൊയ്കണ്ടയ്യപ്പന്താര ഇരുകണ്ടിട്ടമ്പ്രോ താള് തൊയ്ക്കണ തൊയ്കണ്ടേ. കോരമാമി കൊഴുതാണ് ശങ്കരമാമി താളടിക്കണ് ഇരുകണ്ടിട്ടമ്പ്രോ താള് തൊയ്ക്കണ തൊയ്കണ്ടയ്യപ്പന്താര ഇരുകണ്ടിട്ടമ്പ്രോ താള് തൊയ്ക്കണ തൊയ്കണ്ടേ. ഇതുപോലെയല്ല ഒട്ടനവധി കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തിൽ ഉണ്ട് എങ്കിലും ഇന്നിപ്പോൾ ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു കലാരൂപമായി മാറിയിരിക്കുകയാണ് മിമിക്രി അഥവാ അനുകരണം. ഞാൻ 2-3 താരങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഹാസ്യത്തിൻ്റെ പുതിയ മാനവും രൂപവും കൈവരിച്ച ഹാസ്യ സാമ്രാട്ടായിരുന്ന അന്തരിച്ചുപോയ ശ്രീ കുതിരവട്ടം പപ്പു. നിന്നോട് ആര് പറഞ്ഞ് ഇവിടെ വരാൻ? ഇവിടെ വലിയൊരു ചൊരുണ്ട്. എന്താണ് എന്താണ് എന്താണ്? താമരശ്ശേരി ചൊര്. അവിടെ ആനുണ്ട്, മയിലുണ്ട്, ആനമൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് പരുക്കൻ കഥാപാത്രങ്ങൾ അവതരിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു താരം അന്തരിച്ചുപോയ ശ്രീ NF വർഗീസ്. നീയാകെ വളർന്നു പോയില്ലോടി. ഇന്നു മുതൽ പപ്പേച്ചയുടെ മുറിയുന്ന രാധ ഔട്ട്. രാത്രി ചിലപ്പോ അല്ലറ ചില്ലറ ബഹളം കേൾക്കും. മൈൻഡ് ചെയ്യണ്ട. ഇത് ഞാൻ നിനക്ക് വേണ്ടി ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ ആണ്. നീ ആ കയ്യൊന്ന് പൊന്നിച്ച്. എന്തു ചോടനറിയണ്ട. ഈ ചേട്ടന് ഒരു കിസ് തന്നെ ഐസിന്റെ ഒക്കെ ഒരു ബലു. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യൻ ചലച്ചിത്രവേദിയിലെ സർവകലാവല്ലഭനായ ശ്രീ കമലഹാസൻ. சொன்ன படிக்கணும் மக்கர் பண்ணாது எத்தனை வேலை இருக்கணும் அது அத்தனை அப்பனாச்சியா நானாச்சியன்னு காலையில் தோறது வந்தா போனது வந்தா பார்க்கணும். அப்புறம் இங்கே வந்தால் தண்ணி வைக்கணும், தண்ணி ஆட்டணும். அப்புறம் ஐயாளுக்கு ஐயோ ஒன்றரை போ போ ஒழுங்கா சொன்னது கேளு. അവസാനമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഹാസ്യത്തിന് പുതിയ രൂപവും മാനവും കണ്ടെത്തിയ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ സലീം കുമാർ. അറിയ, ഇത് കണ്ണപ്പൻ മുതലാളി, ഇത് ദാസപ്പൻ മുതലാളി. ഇവിടെയുള്ള എല്ലാ പ്രാന്തന്മാരടുത്തും ഞാൻ പറഞ്ഞേക്കുന്നത് ഗേറ്റിന് പുറത്ത് ബിരിയാണി കൊടുക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോഴത്തേനും ഇവിടെയുള്ള എല്ലാ പ്രാന്തന്മാരും എന്നോട് പോയില്ലേ. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനും ഗേറ്റിൻ്റെ അവിടേക്ക് പോട്ടെ. ചിലപ്പോൾ അവിടെ ബിരിയാണി കൊടുത്താലാ. പ്രിയമുള്ളവരെ, ഇത്രയും നേരം എന്നോടൊത്ത് സഹകരിച്ച മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.